തൊട്ടുണർത്തുന്നതാരേ അരികത്തിലുള്ളൊരു പ്രിയമുള്ള പാട്ടായി പരിഭവം പറയുന്നതാരേ മഴയുള്ള രാത്രിയിൽ മനസ്സിൻ്റെ തൂവലിൽ വിരൽ തൊട്ടുണർത്തുന്നതാരേ. നല്ല അടിപൊളി മഴ പെയ്യാണ്. അപ്പം ഞാൻ വിചാരിച്ചു ശരി ഈ മഴയത്ത് നല്ല കട്ടൻ ചായയും നല്ല ഉള്ളി ബജ്ജി ഉണ്ടാക്കിയാലോ, ഉള്ളി പക്കോട. കം ഓൺ, ലെറ്റ്സ് ഡു ദാറ്റ്. ഞാനൊരു 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് പീൽ ചെയ്തിട്ട് കഴുകി നമ്മൾ അരിഞ്ഞു വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി, കൊത്തമല്ലി, കറിവേപ്പില, കുറച്ച് പുതിന എടുത്തു, പിന്നെ പച്ചമുളക്, പിന്നെ ഗാർലിക്. അപ്പോൾ ഇതൊക്കെ എടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ച ഉള്ളിയും നമ്മൾ എന്തൊക്കെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതൊക്കെ ഇതിലേക്ക് ഇടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഈ ഇഞ്ചിയൊക്കെ ഇടുമെന്ന്. ഞാനിത് എൻ്റെ ഒരു സ്റ്റൈലിൽ ചെയ്യാം കേട്ടോ, അല്ലാതെ കറക്റ്റ് ആ ഒരു ട്രഡീഷണൽ വേ അല്ല. എനിക്ക് എന്തൊക്കെ തോന്നുന്നു അതെല്ലാം ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഈ വെളുത്തുള്ളിയും ഒക്കെ. പിന്നെ അതിലേക്ക് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ഇടാം കേട്ടോ, അപ്പോൾ കുറച്ച് കളറൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെയാണ് നമ്മൾ നമ്മുടെ ബേസൻ പൗഡർ, അതായത് കടലമാവ് അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. അത് ആദ്യം ഉള്ളി നന്നായിട്ട് തിരുമിയതിന് ശേഷമാണ് പിന്നെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളം ആവല്ലേ. പിന്നെ നമ്മൾ ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ഈ ചട്ടിക്കൊരു പ്രത്യേകത ഉണ്ട്, എനിക്ക് സുപ്രിയ തന്ന ചട്ടി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുക. ഏത് ഓയിലാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്, ഇതർ കോക്കനട്ട് ഓയിൽ ഓർ എനി റിഫൈൻഡ് ഓയിൽ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുരിഞ്ഞ് വരില്ല, പിന്നെ അതിനൊരു ക്രിസ്പിനെസ്സും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദറ്റ് എണ്ണ നന്നായിട്ട് ചൂടാകണം. അങ്ങനെ നമ്മൾ എല്ലാം അതിനകത്ത് ഇട്ടതിന് ശേഷം ഇത് ഒരു ഇച്ചിരി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ യു ഹാവ് ടു കീപ്പ് ഓൺ സ്റ്റിറിങ് ഇറ്റ്. കരിയരുത്, കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിക്ക് ആ ഒരു സ്വാദ് പോകും കേട്ടോ. അപ്പം അത് മേക്ക് ഷുവർ. അപ്പോൾ ഈ ഒരു പാകത്തിന്, ഈ ഒരു ലൈറ്റ് ബ്രൗൺ പാകത്തിന് നമ്മൾ കോരിയെടുക്കണം. അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.